ചേച്ചിയാണ് നമ്മളെ കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊക്കെ ചേച്ചിയായിരുന്നു. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ HNV Diaries. അപ്പോൾ നമ്മുടെ കല്യാണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് വലിയ പരിപാടിയാണല്ലോ. കാരണം എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം, എന്തോരം എടുക്കണം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനും അമ്മയും അനിയനും പിന്നെ ഹരിയും കൂടെയാണ് പോയത്. ഞങ്ങൾ പാലക്കാടാണ് പോയത് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് പറയാനുള്ളത്, അവിടുത്തെ സെയിൽസ് ഗേൾ, എനിക്കറിയില്ല എല്ലാവരും എങ്ങനെയാണോന്ന്, പക്ഷേ ആ ചേച്ചി ശാന്തിനി എന്നാണ് പേര്. അടിപൊളിയായിരുന്നു ഫുൾ സർവീസ്. അവരുടെ ഫുൾ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ചേച്ചി നമ്മുടെ കൂടെ ഒരു ക്ഷീണം ഉണ്ടായിരിക്കും ആൾക്ക്, പക്ഷെ അതൊന്നും കാണിക്കാണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടും, അതുപോലെ നമുക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് അടുത്ത് നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു മടുപ്പ് തോന്നാണ്ട് ഫുൾ ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ്, അത് ആദ്യമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, വീഡിയോ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ്ട് ഇൻട്രോ എടുക്കുന്നത്. അപ്പം അതാണ് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഞാനും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. അമ്മയും അനിയനും കൂടെ ഒരു ഒറ്റപ്പാടെത്തി. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായേ. അങ്ങനെയാണ് പോയത്. അല്ലെങ്കിൽ പിന്നെ അവരെ നമ്മൾ വീട്ടിലെത്തി അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് കുറച്ച് സമയം പോകുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾ നേരെ ഒറ്റപ്പാലത്തേക്കാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് പോകുമ്പോൾ ഞങ്ങൾ പോയത് മാർച്ച് 7-നാണ്. അന്നായിരുന്നു അമ്മേൻ്റെ ബർത്ത്ഡേയും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, കേക്കൊക്കെ കട്ട് ചെയ്യാം, സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. കാരണം വീട്ടിലെ ഉത്സവത്തിൻ്റെ നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കനോ മീനോ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഫ്ലോപ്പായി കേട്ടോ. അപ്പോൾ ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ സെക്കൻഡ് ടൈമാണ് തോന്നുന്നു ഈ വഴി പോണത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫുൾ ചർച്ചയായിരുന്നു ഞങ്ങളുടെ കേട്ടോ. എന്താണ്, ആർക്കൊക്കെയാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് വാങ്ങുന്നത്, എവിടെ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ സംസാരിക്കുക. അല്ലെങ്കിൽ ഫുൾ ടൈം വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഇത് നമ്മൾ മായന്നൂർ പാലമാണോ തോന്നുന്നു, അവിടെ എത്തി. നേരെ ഇനി ഒറ്റപ്പാലത്ത് പോയി ബസ് സ്റ്റാൻഡിലോട്ടോ അമ്മയും അനിയനും കൂടെ അങ്ങോട്ടേക്ക്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ചായ കുടിക്കാനാണ് കേട്ടോ പോയത്. ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല, ഞങ്ങളും കഴിച്ചിട്ടുണ്ടായില്ല, അവരും കഴിച്ചിട്ടുണ്ടായില്ല. വെറുതെ ഒരു ഹോട്ടലിൽ കയറി നോക്കിയപ്പോൾ അവിടെ പൊറോട്ടയും ദോശയും ഇഡ്ഡലിയും മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനത്തെ ഞങ്ങളുള്ളതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ യാത്രയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ എങ്ങോട്ടേക്കാണ്. അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നൊരു പെട്ടെന്ന് ഓർമ്മ വരുന്ന സ്ഥലം AR തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങളും പോയത് AR ഹാൻഡ്ലൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോൾ എൻ്റെ അമ്മൂൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഫുൾ സാരി കളക്ഷൻ. അത് പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക്. എൻ്റെ പൊന്നു, ഈ സാരി കളക്ഷനൊക്കെ കണ്ടിട്ട് എനിക്ക് എല്ലാം കൂടെ വരി കൂട്ടി പോകാനാണ് തോന്നിയത്. കാരണം നല്ല അടിപൊളിയായി. നമ്മൾ പിന്നെ എനിക്കറിയില്ല എങ്ങനെ സാരി എടുക്കുന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കായി. ഞങ്ങൾ പോയതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് പുറത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേയും അഥവാ സാറ്റർഡേയും ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരക്കട കാണാനുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. കുറേ കല്യാണ പാർട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഓരോ സാരി സെക്ഷനിലായിട്ട് തിരഞ്ഞ് പോവാം കേട്ടോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ നമ്മളെ ശാന്തിനി ചേച്ചിയായിരുന്നു നമ്മളെ കൂടെ ഫുൾ ടൈം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും എടുത്തു തരാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ 1 by 1 ആയിട്ട് നോക്കി. അപ്പോൾ കുറേ സാരിയൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഞാൻ എൻ്റെ സാരി എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ എനിക്ക് എടുക്കാനായിരുന്നു കൂടുതൽ കൺഫ്യൂഷൻ. ഈ ഒരു എക്സ്പ്രഷൻ വേറെ ഒന്നുമില്ല. ഒരു 3-4 സാരി ഞാൻ കണ്ടു, അതെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഇതിലേതെടുക്കുമെന്നായിരുന്നു കേട്ടോ കൺഫ്യൂഷൻ. അങ്ങനെ ഞാനും അമ്മയും ഹരിയും ഒരു നീണ്ട സമയത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു സാരി അങ്ങ് എടുത്തു. ഞാൻ ഏത് സാരി എടുത്തു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് സെറ്റായി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ആ സമയത്ത് പിന്നെ ഞങ്ങൾ ആലോചിച്ചു വേറെ എന്തെടുക്കുക എന്ന്. കാരണം ആദ്യം തന്നെ ചേച്ചിമാർക്ക് എല്ലാവർക്കും കൂടെ നമ്മൾ സാരി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെറ്റ് സാരി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ അതെടുക്കാനാണ് പിന്നെ പോയത്. അവിടെ എത്തിയപ്പോഴും അതിലേറെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇതിന് ഏതെടുക്കുകയെന്ന്. എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഏത് തരം ഡ്രസ്സും ഞാൻ ഇടും. അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു.
അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ആ ചേച്ചിക്കും വിശക്കുന്നു എന്നല്ല, ചേച്ചിക്ക് ഫുഡ് കഴിക്കാൻ സമയം, നമുക്കും കഴിക്കാൻ സമയം. അപ്പം ഞങ്ങൾ നേരെ അടുത്തുള്ളൊരു ഫുഡ് സ്പോട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സദ്യ. എനിക്കിവിടെ തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സാരി കളക്ഷൻ നല്ല പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് സാരി അടിപൊളിയായി കിട്ടും. പിന്നെ ഷർട്ട് ഞങ്ങൾ നോക്കി, എനിക്ക് കിട്ടിയില്ല. ഞങ്ങൾ കുറച്ചധികം നേരം അതിൽ നോക്കിയായിരുന്നു, കിട്ടിയില്ല. പിന്നെ അധികം ഞങ്ങൾ ഒരുപാട് സാരികൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു, നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാരിയാണ് അധികം ഫോക്കസ് ചെയ്തത്. അപ്പം ഒരുപാട് സാരീസ് എല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മളിത് ബില്ല് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. ബില്ലൊക്കെ ചെയ്തു. നല്ലൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞൊരു റേറ്റ് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റിയ കേട്ടോ. പിന്നെ അവിടെ എത്തി, നല്ല അടിപൊളി വൈബ് തന്നെയായിരുന്നു. പിന്നെ ചേച്ചീനെ പറയാൻ ചേച്ചിയാണ് നമ്മളെ കൂടെ ഇരുന്ന് ഫുള്ള് നമ്മുടെ ഇവിടെ ഡ്രസ്സ് എടുത്തുതരാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാനൊക്കെ ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് താങ്ക് യു. വേണ്ട അതാണ് കേട്ടോ നമ്മുടെ ശാന്തിനി ചേച്ചി. നമ്മുടെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു, എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് വാങ്ങി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളത് നേരെ ഒരു സ്പോട്ടിലേക്ക് പോയി. കാരണം നമുക്കതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് നേരം പുറത്തോട്ട് അടുത്തുള്ള തിരുവല്ലോമല അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അമ്മേനെ അനിയനെ നമ്മൾ ബസ് കയറ്റി വിട്ടു കേട്ടോ. നേരെ ഒറ്റപ്പാലത്തേക്കുള്ള ബസ്സിൽ കയറ്റി അവരും അങ്ങനെ പോയി. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കും തിരിച്ചു കേട്ടോ. ARൽ ഡ്രസ്സ് സാരി എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഞാൻ കുറേ റിവ്യൂ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കളക്ഷൻസ്, സാരി ഭയങ്കര കളക്ഷൻസ് ഉണ്ടായിരുന്നു, വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സാരി കാര്യങ്ങളൊക്കെ നമ്മളെടുത്തു. വേറെ ഈ ബോയ്സിൻ്റെ ജെൻസിന് അങ്ങനെയുള്ളവർക്ക് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം സാരി എന്നെ നോക്കി എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. കുറേ നേരം നമ്മൾ സാരിയിൽ തന്നെ ഒതുങ്ങിയിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് അത് വൈകുന്നേരം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടയേർഡായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഓടി, രാവിലെ അവിടെ പോയി നിൽക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് എങ്ങാനും ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഫുൾ ഓടി കേട്ടോ. അങ്ങനെ രാത്രി ഒരു 6 മണി വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് പറയുമ്പം അടിപൊളിയായിരുന്നു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് റേറ്റ് വേണോ അല്ലെങ്കിൽ ഏത് കളർ വേണോ ഏത് മോഡൽ വേണോ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമുക്ക് എടുത്ത് തരുന്നുണ്ട്. എല്ലാ കളക്ഷൻസും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സർവീസ് ആയാലും അതുപോലെ തന്നെ കളക്ഷൻസ് ആയാലും അപ്പം ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജെൻസിന് അവിടെ കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്നുള്ളതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ബാക്കി ലേഡീസിന് സാരി ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സ് എടുക്കൽ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കല്യാണ തിരക്കുകൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണം അടുത്തെത്താറേ ആയി കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറച്ച് ലേറ്റ് ആവുന്നുണ്ടാവും, കാരണം എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ലേറ്റായിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പം അങ്ങനെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞ് സെറ്റായി. ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ട് ഒരു വീട്ടിലെത്തിയത്. പിന്നെ ഫുള്ള് ഉറക്കമായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നിട്ട് കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എടുക്കൽ പരിപാടി അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളും കല്യാണത്തിന് എവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത് എന്നുള്ളതൊരു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഏത് സാരിയാണ് ഞാൻ എടുത്തതെന്നുള്ളതും കൂടെ നമുക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നോക്കാമല്ലോ ആർക്കൊക്കെ ഏതൊക്കെ സാരി ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.